ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണമിട്ടുള്ള ഒരു കളിയും ഈ പ്രകാശന് ഇല്ല എന്ന് സ്വന്തം അമ്മായിയമ്മയല്ല ജനിപ്പിച്ച തന്തയാണെങ്കിലും പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ പ്രകാശൻ തയ്യാറല്ല. അന്ന് നീ തന്ന ധൈര്യത്തിലാ ഞാൻ അതൊക്കെ ചെയ്തത്. ചിലപ്പോഴൊക്കെ എനിക്ക് അത് ഓർത്ത് പേടി തോന്നാറുണ്ട്. എല്ലാവരെയും വെല്ലുവിളിച്ച് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന അന്നത്തെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ വല്ലാത്തൊരു ഫീലിംഗാ. ഈ പ്രണയ ഫീലിംഗ് കിട്ടാൻ അല്പം കൂടി നല്ലത് ബീച്ചോ പാർക്കോ ഒക്കെയാ. നമുക്ക് പാർക്കിലേക്ക് പോയാലോ? ഈ മാധവന്റെ ഒരു കാര്യം, കുഴിയിലേക്ക് കാല് നീണ്ടപ്പോഴാ മധുര 17 എത്തിപ്പിടിക്കാൻ നോക്കുന്നത്. ചന്ദ്രു, കാലം മാറി. ഇപ്പോ മധുരം 17 60-കളിലാ. ഇവിടെ ഇരിക്കാം. മനോജ് ഹരിതയും വീട്ടിലെത്തിയിട്ടുണ്ടാവോ? നീ അവരുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാതെ. അവരെവിടെങ്കിലും കറങ്ങിത്തിരിയാൻ പോയിട്ടുണ്ടാവും. വയസ്സിൽ എന്ന് നമുക്ക് വീട്ടിൽ പോകാൻ മനസ്സ് വരുന്നില്ല. പിന്നെ ചെറുപ്പക്കാരായ അവരുടെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ അവരുടെയും പ്രണയങ്ങൾ തമ്മിലും സാമ്യമുണ്ട് ചന്ദ്രു. അവരും ഒളിച്ചോടിയ പ്രണയ ജോഡികളല്ലേ. പ്രണയകാലത്ത് നിന്റെ അച്ഛന്റെയും സഹോദരന്റെയും കണ്ണു വെട്ടിച്ച കഥ നമുക്ക് പറയാം. കരുണാകരക്കുറുപ്പിന്റെയും ജഗന്റെയും കണ്ണു വെട്ടിച്ച കഥ അവരും പറയട്ടെ. ശരിയാ മാധവേട്ടൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് നാട്ടിൻപുറത്തെ ഒരു ചൊല്ല. നാട്ടിൻപുറത്തെ ഒരു ചൊല്ലോ? അതെന്താ? അതെ, മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കില്ലെന്ന്. പണ്ട് ഇതുപോലൊരു പാർക്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴാ എന്റെ ഏട്ടൻ നമ്മളെ കണ്ടത്. അന്ന് നമ്മുടെ പ്രണയ രഹസ്യം ആദ്യമായിട്ട് കോവിലകത്ത് അറിയുന്നത്. അന്ന് എന്നെ ഏട്ടൻ ഒരുപാട് തല്ലി, വീട്ടുതടങ്കലിലാക്കി. മേലിൽ കോളേജിൽ വിടില്ലെന്ന് ഉഗ്ര ശബ്ദം എടുത്തു. എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അന്ന് നിന്റെ അവസ്ഥ ഓർത്തും ഭയം കൊണ്ടും ദിവസങ്ങളോളം വർക്ക്ഷോപ്പിൽ പോലും പോകാതെ കഴിഞ്ഞു ഞാൻ. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച നാളുകളായിരുന്നു. ആത്മഹത്യ തന്നെ ശരണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ മാധവേട്ടൻ ആ തീരുമാനം മാറ്റി. അതെന്തുകൊണ്ടാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത്രത്തോളം മൂർച്ചയുള്ളതും മധുരം കിനിയുന്നതുമായ ഒരു ഓർമ്മ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ചന്ദ്രികയുടെ സുഹൃത്തായ ഊർമിള വീട്ടിൽ വന്ന് 4 മടക്കിയ ഒരു വെള്ളക്കടലാസ് എന്നെ ഏൽപ്പിച്ചു. അതിൽ കണ്ട ചന്ദ്രികയുടെ കൈപ്പടയിലുള്ള അക്ഷരങ്ങൾ ഇന്നും ഹൃദയത്തിൽ മായാതെ കിടപ്പുണ്ട്. മരണം മറന്നേക്കൂ, ഏത് പ്രതിസന്ധിയും മറികടന്ന് മാധവേട്ടനോടൊപ്പം ജീവിക്കാൻ ചന്ദ്രികയുണ്ട്. ആ അക്ഷരങ്ങളുടെ പിൻബലമല്ലേ ചന്ദ്രു ഇന്നും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ ഇനിയും ഒരുപാടുണ്ട്. എല്ലാം ഇന്ന് തന്നെ ഓർത്തെടുത്താ പിന്നെ ഓർക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മാധവൻ നായരെ തൽക്കാലം നമുക്കിന്ന് പിരിയാം.
ബിസിനസ് ആവുമ്പോഴേ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. ചന്ദ്രു, ദേ പ്രകാശൻ. അത് ഞാൻ ചെയ്തോളാം. പക്ഷെ പ്രോഫിറ്റ് കുറച്ചുള്ള ഒരു പരിപാടിക്കും ഞാൻ തയ്യാറല്ല. പ്രകാശം കണ്ടാ പ്രശ്നമാവും, നമുക്ക് പോവാം. വാ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അതാ നമ്മുടെ ലൈൻ. മനസ്സിലായില്ലേ? പണം വിട്ടുള്ള ഒരു കളിയും ഈ പ്രകാശന് ഇല്ല എന്ന് സ്വന്തം അമ്മായിയമ്മയല്ല, ജനിപ്പിച്ച തന്തയാണെങ്കിലും പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ പ്രകാശൻ തയ്യാറല്ല. ഓ, ആശ്വാസം. പ്രകാശന്റെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ. അവനാരോടോ ബിസിനസിന്റെ കാര്യമാണല്ലോ ഫോണിൽ സംസാരിച്ചത്. എന്തായാലും അവന് ആളാകെ ഒന്നും മാറിയിട്ടുണ്ട്. ആ, പെറ്റമ്മയായ നിന്നെ മനോജിന്റെ തലയിൽ കെട്ടിവെച്ചപ്പോ തന്നെ അവനൊരു പുതിയ ഉശിരൊക്കെ വന്നിട്ടുണ്ട്. ഇനി അച്ഛനെ കൂടെ എങ്ങനെ കൈയൊഴിക്ക എന്ന ആലോചനയില്ല അവൻ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം അവന്റെ കൈ സ്റ്റോക്കുണ്ട്. എന്തൊക്കെയോ ബിസിനസ് നടത്തി 1/9 ലാഭം കൊയ്യാനുള്ള നെട്ടോട്ടത്തിലാവൻ. അതിൻ്റെതായ ആത്മവിശ്വാസവും അഹങ്കാരവും ഒക്കെ ഉണ്ടവന്. ആ, അവൻ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. അത്ര തിടുക്കൊന്നും വേണ്ട. പ്രകാശൻ നമ്മുടെ മോനല്ലേ, രക്ഷകർത്താവൊന്നും അല്ലല്ലോ. അത് ശരി. മനോജിനെയും ഹരിതയും കണ്ട് നീ പോകാൻ തിരക്ക് കൂട്ടിയപ്പോ ഞാൻ പറഞ്ഞ മറുപടി വെച്ച് നീ എനിക്കൊരു കൊട്ട് തന്നതല്ലേ? ആ, ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഹരിത വാങ്ങിവെച്ച നിന്റെ ഫോൺ തിരിച്ചു തന്നില്ലല്ലോ. ഇല്ല. നിനക്ക് വേണ്ടി ഞാൻ പുതിയൊരു ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്. ദാ. പുതിയ നമ്പരാ, ഹരിത കാണണ്ട. വലിയ ഉപകാരം മാധവേട്ട. മാധവേട്ടനൊന്ന് വിളിക്കാൻ പറ്റാതെ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? പാർക്കിൽ നിന്ന് ഇറങ്ങിയത് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. കാര്യങ്ങൾ പറഞ്ഞും കേട്ടും എന്റെ ചന്ദ്രുവിനൊപ്പം വൈകുന്നേരം വരെ ഇരിക്കണമെന്ന് കരുതിയതാ. അപ്പോഴാ ശകുനം മുടക്കേണ്ട വരവ്. ആ, ഇന്നിനി പോകാം. ഓട്ടോ കിട്ടുന്നിടത്ത് ഞാൻ നിന്നെ കൊണ്ടുവിടാം. അധികം വൈകാതെ നമുക്കൊന്നുകൂടി കാണണം. സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഇനി ഏതായാലും ഫോൺ ഉണ്ടല്ലോ. മാനത്തെ കൊട്ടാ